ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ KGF റോക്കി ബായുടെ പുതിയ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. 2022 KGF 2 കഴിഞ്ഞതിന് ശേഷം പോയത് പോക്കാണ്. പുള്ളി പിന്നെ ഇപ്പോഴാണ് പൊങ്ങണത്. ഇദ്ദേഹത്തിന്റെ നെക്സ്റ്റ് പടം നമ്മുടെ മലയാളത്തിലെ ഡയറക്ടറായിട്ടുള്ള ഗീതു മോഹൻദാസ് ആണ് ഡയറക്ട് ചെയ്യുന്നത്. സിനിമയുടെ പേര് ടോക്സിക് എന്നാണ്, എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു. ഇതിന്റെ ഒരു ടീസർ 1 ഇയർ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ യാഷിന്റെ ബർത്ത്ഡേ ആണ്, ജാനുവരി 8. യാഷിന്റെ ബർത്ത്ഡേക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല കീടിയിലും ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു സൂപ്പർ താരത്തിനും കിട്ടാനില്ല. അത് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനു മുമ്പ് ഒരു ടീസർ ഇറക്കിയായിരുന്നു, അതും ജാനുവരി 8 2025 ആണ് ഇറക്കിയത്. അതും യാഷിന്റെ ബർത്ത്ഡേക്കാണ്. അതും കൊടുത്ത് നല്ല രീതിയിൽ ഗീതു മോഹൻദാസ് ഏറിപ്പോയായിരുന്നു. യാഷ് അത്ര ഏറിപ്പോയില്ല. അപ്പം KGF കഴിഞ്ഞിട്ട് ഏതാണ്ട് 4 കൊല്ലം എടുത്ത് ഈ ഒരു സിനിമ ഇറക്കാൻ വേണ്ടിയിട്ട്. KGF റിലീസ് ആയത് 2022 ഏപ്രിൽ 14 ഈ പടം റിലീസ് ആവാൻ പോകുന്നത് മാർച്ച് 19 2026 4 കൊല്ലം ഒരു പടത്തിന് വേണ്ടിയിട്ട്. ഈ പടത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോ ഐഡിയ. സോ നമുക്ക് അപ്പോ ട്രെയിലർ കാണാം. ട്രെയിലർ കാണുന്നതിന് മുമ്പ് കുട്ടികൾ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് മാറ്റി സൈഡിലോട്ട് വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഈ ട്രെയിലർ പിള്ളേരെ കാണിക്കാൻ കൊള്ളൂല. അതുകൊണ്ടാണ് ദൈവത്തെ ഓർത്ത് TV-യിൽ ഇത് ട്രെയിലർ എടുത്ത് കാണല്ലേ TV-യിൽ. അതുപോലെ ഫോണിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് മാത്രം ട്രെയിലർ കാണാൻ നിൽക്കുക. കാര്യം കാസ്റ്റ് മാറിപ്പോയി. എനിക്കതാ പറയാനുള്ളത്. നമുക്കതരം ട്രെയിലർ റിയാക്ഷനിലോട്ട് പോവാം ഗൈസ്. ട്രെയിലർ റിലീസായിട്ട് 4 മണിക്കൂറായി. ടോക്സിക് എന്നാണല്ലോ പടത്തിന്റെ പേര്. ഇൻട്രൊഡ്യൂസിങ് റായെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധനം ഇറക്കുന്നത്. നമുക്കന്നേരം ട്രെയിലറിലോട്ട് പോകാം. The Father, and of the Son, and of the Holy Spirit. ഇത് കർണാടകയിൽ വലിയൊരു ഗ്രൗണ്ടിലേക്ക് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആ ഗ്രൗണ്ടിൽ നിന്ന് മരമൊക്കെ വെട്ടിമുറിച്ചെന്നും പറഞ്ഞിട്ട് ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു ഇടയ്ക്ക്. എനിക്കൊന്ന് അതാണെന്ന് തോന്നി ഈ കാണിക്കുന്നത്. പച്ചപ്പൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കണ്ടിട്ട് ഏതോ ഒരു ഇംഗ്ലീഷ് പടത്തിൽ നിന്ന് ചൂണ്ടിയതാണെന്ന് തോന്നുന്നു. ഏതാണ്ട് അതുപോലത്തേക്ക് ഒരു സെറ്റപ്പ് കേട്ടോ. I want my son to have a peaceful burial. Do you think he'll come? അണ്ണം വരുന്നതിനാ. I don't think so. Nobody's so insane. ബുക്ക് മറിയുന്നു, റിബൺ പറക്കുന്നു, കാറ് വരുന്നു, കാറ് മരത്തിൽ ഇടിപ്പിക്കുന്നു. ഈ കാല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും റോക്കി ബൈ ആണെന്ന്. ഈ റോക്കി ബൈന്നേ വരത്തുള്ളൂ. സോറി, റായാബായി ആയെന്ന് വിചാരിക്കും. പക്ഷെ റായാബായി അല്ല. ഈ ഒരു സാധനം എടുത്ത് പുറത്തോട്ട് വെക്കുവാണ്. സാധനം എന്തോ കണ്ടോ വെച്ചിട്ടൊരു പരിപാടിയുണ്ട്. മതി, പിള്ളേരെ വല്ലതും അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തിക്കോ. ഇനി അങ്ങോട്ട് വേറെ പരിപാടിയാണ്. ഓക്കെ, അണ്ണന്റെ ഇൻട്രോ ആണ്, അതുകൊണ്ടാണ്. കാർ അനങ്ങുന്നു, ഡാൻസിങ് കാർ. എന്തുവാടേ ഇത്? ഇമാതിരി ഒരു കുണച്ചിൻട്രോ ഒരു താരത്തിന് കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല. നല്ല ബെസ്റ്റ് ഇൻട്രോ. ഇവിടെ ബാക്കി കാണാൻ എന്നിട്ട് ബാക്കി പറയാൻ എന്നിട്ട് കൊറേ പറയാനുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് ഗീതു മോഹൻദാസ് തന്നെയല്ലേ ഇതിന്റെ ഡയറക്ടർ? അല്ല, നമുക്കൊരു സംശയമുണ്ട്. ഇനി മറ്റേ നമ്മുടെ അർജുനന്റെ ഡയറക്ടർ സന്ദീപ് റെഡ്ഡി വാങ്ക വല്ലോ ആണോ ഇനി? കാര്യം അമ്മാതിരി ഒരു ലെവൽ അവരാതെ ആണെന്ന് തോന്നുന്നു പടച്ച് വെച്ചേക്കുന്നത്. ബാക്കി കാണാം. 10 സെക്കൻഡ് ഈ പരിപാടി തീർന്നു കേട്ടോ. അന്ന് ശീഘ്രസങ്കലനത്തിനുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ സന്ദർശിച്ചാൽ നന്നായിരിക്കും. എന്റെ പൊന്നുണ്ടാവേ, സീതാ ചെന്ന് എടുത്ത് പറഞ്ഞത് സൂപ്പർ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് സമ്മതിക്കണം.
ശവപ്പറമ്പ് മൊത്തം വെടിവെച്ച് നശിപ്പിച്ച് ബോംബ് വെച്ച് നശിപ്പിച്ച്. എന്താണ് ആരുടെ എന്തൊക്കെയോ ചെറിയ പീസൊക്കെ വന്ന് ദേഹത്ത് വീണിട്ടുണ്ട്. ബാക്കി നോക്കാം. KVN പ്രൊഡക്ഷൻ. ഇവന്മാര് തന്നെ, ഇവന്മാർക്ക് ഇത്ര പണക്കാരാണ് ഇവന്മാരാണ് മറ്റേ നമ്മുടെ വിജയുടെ തലപതി ഏറ്റവും അവസാനത്തെ ജനനായകൻ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ്. ഭയങ്കര പണക്കാരാണെന്ന് തോന്നുന്നു ഇവന്മാര്. ആണ് ടോക്സിക്. അതുപോലെ തന്നെ 4 കൊല്ലത്തേക്കൊക്കെ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല ഭയങ്കര പൂത്ത ടീമെങ്ങാണ്ടാണ് കേട്ടോ. വിയർത്ത് കുളിച്ച് കുറെ പണിയെടുത്തതല്ലേ, പിന്നെ വിയർക്കാതിരിക്കത്തില്ലല്ലോ. കാരണം തേസി ഇല്ലായിരുന്നോണ്ടേ വരുന്നുണ്ട്. എന്താണ് പാൻറ് ഇടുവോ? പാൻറ് ഇടണമല്ലോ, അല്ലെങ്കിൽ ആ മരെന്തെങ്കിലും കണ്ട് പേടിച്ചാലും. മോൺസ്റ്റർ മൈൻഡ്. ഇത് ടോണി ഹെൽഫിംഗർ അല്ല, ടോണി ഹെൽഫിംഗർ നല്ല ടോമി ഗണ്ണല്ലേ, നമ്മുടെ പണ്ട് പബ്ജിക്കകത്തുള്ള ഈ സാധനം. ഇൻട്രോ വരുക. ഗീതു മോഹൻദാസ് ഫിലിം. ചേച്ചി ഒന്ന് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം പറയണ്ടത് കേട്ടിട്ടേ പോള് കേട്ടോ. കാര്യം ചേച്ചി പേരില്ല. നടക്കുമ്പോഴും അവൻ്റെ ആത്മാർത്ഥത നോക്കണേ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു അണ്ണ. KGF ഏതാണ്ട് അതേ ലുക്ക്. അണ്ണന് താടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അണ്ണന് പിന്നെ ഫീൽഡ് ഔട്ട് ആയി പോകും. അതുകൊണ്ട് പിന്നെ അണ്ണൻ താടി പഠിക്കാറില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നി 4 കൊല്ലം ഒക്കെ എടുത്ത് വെച്ച് വീഡിയോ സിനിമ ഇറക്കുന്നത്. പുള്ളിയുടെ താടി വേറെ ലെവൽ താടിയാണ്. ബിയേഡിന്റെ പരസ്യത്തിനും പറ്റിയ താടി. ഇന്ത്യയിൽ ഇത്രയും ഒരു ബിയേഡിന് പറ്റിയ ഒരു താടിയുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടോ സംശയമാണ്. അങ്ങേരുടെ താടിയും അങ്ങേരും അത് 1.5 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കേട്ടാ. ഇത് ലുക്കിന്റെ കാര്യത്തിൽ താടി വിത്ത് മുടി, ആ ഒരു ലുക്ക് കാണണം വേറെ ലെവല. Daddy's home. ഡാഡീസ് ഹോം. ഈ ഡാഡീസ് ഹോം കുറെ സിനിമയ്ക്കകത്തുണ്ടെന്ന് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് കുറെ ട്രോള് ഉണ്ടാവും, മനസ്സിലായി. ഡാഡീസ് ഹോം. ഇറച്ചി വെട്ടാടേ 19 ഇൻടോക്സിക്കേറ്റിംഗ് ദ വേൾഡ്. അപ്പം ഇതാണ് ടീസർ. വൃത്തികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം മാതിരി വൃത്തികെട്ട ഒരു ഇൻട്രോ ആണ് ബർത്ത്ഡേ ആയിട്ട് യാഷണ്ണന് കൊടുത്തിരിക്കുന്നത്. ഈ ബർത്ത്ഡേ ആകുന്ന സമയത്ത് ഈ യാഷിനെ ഇങ്ങനെ അപരാധിച്ചോളാന്ന് ഗീതു മോഹൻദാസ് കച്ച കെട്ടി ഇറങ്ങിയേക്കുവാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമതേ ഈ യാഷിന്റെ പടങ്ങളിൽ ഒരു മെയിൽ മാസ് പരിപാടിയാണ് മൊത്തത്തിൽ. എനിക്കൊന്ന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവർ പടം ഇറക്കുന്നത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരു ടീസർ ഇറക്കി അതിനകത്തുള്ള പെണ്ണിനെ മടിയിരുത്തിയിട്ട് എന്തൊക്കെയാ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അതും വിവാദമായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് നാണ്ട ഈ പരിപാടിയാണ്. ബർത്ത്ഡേക്ക് വന്നിട്ട് ഇപ്പൊ 2 ബർത്ത്ഡേ ചേച്ചിയായിട്ട് കൊളാക്കി കൊടുത്തിട്ടുണ്ട് കയ്യിൽ. ഇനിയാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ഡയറക്ടർ ശ്രീമതി ഗീതു മോഹൻദാസിന്റെ പഴയ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ WCC ഒക്കെ രൂപീകരിച്ച സമയത്ത് കസബ ഇഷ്യൂ. അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഈ കസബ ഇഷ്യൂ ഒന്ന് വെച്ച് തരാം. നമ്മുടെ പാർവതി തിരുവത്ത്, റിമാക്ക് അല്ലെങ്കിൽ ഗീതു മോഹൻദാസ് അവരെല്ലാവരുടെ ഒരു പത്രസമ്മേളനത്തിൽ പാർവതി തിരുവത്ത് ഇരുന്നിട്ട് ഒരു സിനിമയെ പറ്റി പറയും. അതിനകത്ത് സ്ത്രീയെ പോർട്രേ ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണെന്നുള്ള രീതിയിൽ പറയും. അന്നേരം നമ്മുടെ ഗീതു മോഹൻദാസ് അടുത്തിരുന്നിട്ട് സെയ്റ്റ് പേര് പറ, ആ സിനിമയുടെ പേര് പറ. അങ്ങനെ പാർവതി കസബ എന്ന് പറയും. കസബ അറിയാലോ, നമ്മുടെ മമ്മൂക്കാന്റെ പടമാണ്. പാർവതി അങ്ങനെ പറയുകയും പാർവതി ഏറിപ്പോവുകയും മമ്മൂട്ടി ഫാൻസിന്റെ പൊങ്കാല തെറിവിളി. എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് പാർവതി സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയത്. പിന്നെ ഇപ്പൊ കുറച്ചൊക്കെ പടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്കാരത്ത് ഫീൽഡ് ഔട്ട് ആയെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ആ പത്രസമ്മേളനത്തിൽ ഈ ഒരു പടുകുഴിയിലോട്ട് പാർവതി തിരുവത്തിന് തള്ളിയിട്ടത് അടുത്തിരുന്ന് എരിയേറ്റി കൊടുത്ത ഗീതു മോഹൻദാസ് ആണ്. ആര്? ഈ സിനിമയുടെ ഡയറക്ടർ. ആ ഒരു വീഡിയോ ഞാൻ ഒന്ന് വെക്കാം, നിങ്ങളൊന്ന് കാണും. അവിടുന്ന് സെയ്റ്റ് എഴുതി കൊടുക്കുക ഇത് പറയുന്നത് നമ്മളെ ചേച്ചി കേട്ടോ. ഈ പടത്തിന്റെ ഡയറക്ടറാ.
A movie that I unfortunately watched, and with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. ആ സീനും കൂടെ നിങ്ങളൊന്ന് കാണും കസബയ്ക്കകത്ത്. എന്താണ് ഇവർ ഉദ്ദേശിച്ച കാര്യം എന്ന് മനസ്സിലാവുമല്ലോ. Pardon me for not saluting you. I'll make it up to you. And I bet you will walk wrong for a week. So when the ഇതാണ് മറ്റേ എൻ്റെ ബെൽറ്റിനകത്തോട്ട് കൈയിട്ടിട്ട് ഇങ്ങനെ പോലീസുകാരിയെ പിടിച്ച് ഇങ്ങനെ ചേർക്കുന്ന മമ്മൂക്ക ചേർക്കുന്ന ആ ഒരു സാധനം ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അത്രേ ചെയ്തോള് ഇതിനകത്ത് എന്നാ കട്ടിക്കൊച്ചേക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അന്ന് ഭയങ്കര ഫെമിനിഷം വിളമ്പിയ ടീംസ് ഇപ്പൊ വന്നിരുന്നിട്ട് കാറിനകത്ത് ഞാൻ പറയുന്നില്ല അത് ബോംബ് സൈഡിൽ വെച്ചിട്ട് 10 സെക്കൻഡ് കൊണ്ട് ചെറുക്കൻ്റെ മാനവും കളഞ്ഞ്. hero says it, it's obviously glorified. So it gives the license for many other men to do the same thing because it's oh so sexy and cool. അതാ ഹീറോകൾ ചെയ്യുമ്പോൾ അത് ഒരുപാട് ആണുങ്ങൾക്ക് പ്രചോദനമാകും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനെന്നാണ് പാർവതി പറയുന്നത്. തൊട്ടടുത്ത് ഗീതുമോഹൻദാസ് ഇരിപ്പുണ്ട്. വേറൊരു ഇന്റർവ്യൂവില് ഈ പാർവതി അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പാർവതി ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ വെക്കാം. ഇന്റർവ്യൂ അല്ല, ഇതൊരു പ്രോഗ്രാമാണ്, ആ സമയത്ത് ഇറങ്ങിയതാണ്. അത് ഭയങ്കര വിവാദമായ ഒരു പ്രശ്നമായിരുന്നു. വരുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീഴുന്നത് എഴുത്തുകാരനും സംവിധായകന്റെയും മേത്താണ്. അവരാണ് സിനിമ എഴുതുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത്. ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഏറ്റവും വലിയ ഉത്തരവാദിത്വം സംവിധായകന്റെ എഴുത്തുകാരന്റെയും മേത്താണ്. കാരണം അവരുടെ കാഴ്ചപ്പാടാണ് ആ സിനിമയിലൂടെ കാണിക്കുന്നത് എന്നാണ് പാർവതിയുടെ പറയുന്നത്. വിച്ച് മീൻസ് ഗീതു മോഹൻദാസിന്റെ കാഴ്ചപ്പാടാണ് ഗീതു മോഹൻദാസ് ഇപ്പൊ ഈ ഒരു സിനിമയ്ക്കകത്തൂടെ ഈ ഒരു 2 ട്രെയിലറിനകത്തൂടെ കാണിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് ഉൾട്ടടിക്കുമോ നമുക്കറിയില്ല. ബട്ട് വാട്ട് എവർ എന്താണെങ്കിലും ഇത് ഇങ്ങനത്തെ ഒരു ട്രെയിലർ ആൻഡ് അതിന് തൊട്ട് മുമ്പുള്ള ഒരു ടീസർ ഇറക്കാൻ കാണിച്ച ഗീതു മോഹൻദാസിനെ സമ്മതിക്കണം കേട്ടോ. ചേച്ചി ഇപ്പോഴും WCC മെമ്പർ തന്നെയാണോടെ? ആവാൻ സാധ്യതയില്ല. കാര്യം അതിനു മുമ്പേ ചവിട്ടി പുറത്താക്കി കാണും. അതിന് സാധനമാണല്ലോ പടച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുക എന്നുള്ളതല്ല ഞാൻ ചെയ്തത്. അതെ അതെ, അത് അമ്മാതിരി ട്രോള് തെറിവിളി ഒക്കെ ആയിരുന്നു അത്. അതെ, പിന്നെ വന്ന് ഇങ്ങനെ മെഴുകുമായിരുന്നു. മെഴുകി വരിക ബാക്കിയുടെ മെഴുകി ഒരു സെൻസ് ഓഫ് പവറിലേക്ക് വരികയാണെങ്കിൽ എഫക്റ്റ് ഓൺ ദി ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ യു ഓൾസോ വിത്ത് quoting Spider-Man, you with great power comes great responsibility, is the fact that ഒരു ചെറിയ റിഫ്ലക്ഷൻ നമ്മൾ നടത്തണം. ദാറ്റ് ഇപ്പം ഞാനൊരു ഡയലോഗ് പറയുന്നതിന് മുമ്പേ ഒരു 10 ഡിഫറെൻറ്റ് വേയിൽ ഞാൻ ആലോചിക്കും ഇതിനെ വിഷ്വൽ ഗ്രാമറിൽ കാണിക്കുമ്പോൾ അതിന് വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ വരാം. അത് ചിലപ്പം ഞാൻ പറയുന്ന വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് ആയിരിക്കാം. ആ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് റിഗ്രസീവ് ആണെന്ന് തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന വിഷ്വൽ ഗ്രാമർ നമുക്ക് വേണം. ബട്ട് റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗിനെ സൂപ്പറാണ്, ഇതാണ് ശരി എന്നുള്ള വിഷ്വൽ ഗ്രാമറിലേക്ക് വന്നാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന മെസ്സേജ് തെറ്റിപ്പോ. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു മെസ്സേജാണ് ഗീതു മോഹൻദാസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് പാർവതിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും. അത് ഫസ്റ്റ് ടീസർ ഇറങ്ങിയപ്പോഴേ പാർവതിക്ക് ഇത് മനസ്സിലായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കൂടിരുന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി പാർവതിയെ കംപ്ലീറ്റ് പടുകുഴിയിലോട്ട് തള്ളി താഴിട്ട് ഒരുമാതിരി കട്ടപ്പ പോലും കാണിക്കാത്ത കട്ടപ്പ പരിപാടിയാണ് കൂട്ടിരുന്ന് ഗീതു മോഹൻദാസ് എന്ന് കാണിച്ചത്. അത് തനിക്കിട്ട് പണിതാണ്, തന്നെ മനഃപൂർവ്വം ബലിയാടാക്കിയതാണ് എന്ന് പാർവതിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്സിക്കിന്റെ ഫസ്റ്റ് ടീസർ ഇറങ്ങിയ സമയത്താണ്. 2025 ഇതേ ദിവസം ഇറങ്ങിയ സമയത്താണ്. അന്ന് തന്നെ പാർവതി ഈ പറയുന്ന ഗീതു മോഹൻദാസിനെ ഇൻസ്റ്റയിൽ നിന്ന് അൺഫോളോ ചെയ്യുകയുണ്ടായി. ഇപ്പൊ ഇവർ തമ്മിൽ ഇൻസ്റ്റാ ഫ്രണ്ട് ആണോ എന്ന് അറിയത്തില്ല. അന്ന് അത് അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാതിരി കട്ടപ്പ പരിപാടിയാണല്ലോ ചെങ്ങാതിയോട് കാണിച്ചത്. പൊതുവേദിയിൽ വന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി അഘോരാത്രം ഘോരഘോരമായി സംസാരിക്കുകയും എന്നിട്ട് താൻ എടുത്തു വെക്കുന്ന സിനിമകളിൽ ഈ സംസാരിച്ചതിന് ഓപ്പോസിറ്റ് ആയിട്ട് പണിത് വെക്കുകയും കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. എന്താണെങ്കിലും ഗീതു ചേച്ചി ഇപ്പോൾ എയറിലാണ്. ഫേസ്ബുക്കിൽ വന്ന് 1-2 പോസ്റ്റ് ചെയ്യാൻ വായിക്കാം. അയ്യേ പ്ലക്ക് ഇത്രയും അറപ്പ് തോന്നിയ ഒരു മാസ് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. അയ്യേ എന്ത് ചെയ്തിട്ടൊരു മെന കിട്ടുന്നില്ലല്ലോ ഗീതു ചേച്ചി, ഛേ വൃത്തികേട്. എന്നാലും എന്റെ ഗീതു ചേച്ചി ഇതെന്തുവായി കാണിച്ചു വെച്ചേക്കുന്നത്? WCCയുടെ മുഖത്തിന് എങ്ങനെ നോക്കും? 10 ഇയർ ചലഞ്ച് അന്ന് ബെൽറ്റിൽ പിടിച്ചു എന്ന് പറഞ്ഞ പേരിൽ വിമർശിച്ച പാറുവിനെ അങ്ങോട്ട് പറമോളെ എന്ന് ടയർ 1-ൽ ഫീൽഡ് ഔട്ടിലേക്ക് തള്ളിവിട്ടു. ഇപ്പൊ നോട്ടി അമേരിക്കയുടെ ഇന്ത്യൻ വെർഷൻ എടുത്ത് വെച്ചേക്കുന്നു. റോക്കി ബായുടെ വക തൂക്കിയടി. വലിയ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള
ലെവലിലുള്ള ഗീതു ചേച്ചി സ്വന്തം സിനിമയിൽ നായകന് പ്ലക്കാൻ വേണ്ടി മാത്രം സ്ത്രീയെ വെച്ചത് മോശമായി. ഫെമിനിസ്റ്റുകൾ സ്ത്രീകളെ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, വേറെ ആരെങ്കിലും ആയിരുന്നു ഡയറക്ടർ എങ്കിൽ കാണാമായിരുന്നു. സ്ത്രീയെ ഭോഗവസ്തുവായി ചിത്രീകരിച്ചു എന്നൊക്കെ ആശാന് അടുപ്പിലും ആകാം. സത്യം, വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഈ കുറച്ചോണ്ടിരുന്ന ഈ സ്ത്രീ WCCയുടെ ഗുണാണ്ടർമാര് വന്നേനെ. അയ്യോ സ്ത്രീയെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇപ്പൊ ഒരു സ്ത്രീയെ ഇങ്ങനെ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്ത് വെച്ചപ്പോ ആർക്കൊന്നും പറയാനില്ലേ? അതൊരു നായകൻ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീയെ കാറിലിട്ട് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. ഞാൻ കാര്യം പറയും, എനിക്കിത് കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ 24 മണിക്കൂർ ഫെമിനിസം ഛർദ്ദിച്ച് വെക്കുന്ന ഈ ഗീതു മോഹൻദാസിനെ പോലുള്ള ഫേക്ക് ഫെമിനിസ്റ്റുകൾ, ഫേക്ക് ടീംസ് വന്ന് ഇമാതിരി ഐറ്റംസ് എടുത്ത് വെക്കുമ്പം പറയാതിരിക്കാൻ തോന്നണില്ല. ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കടന്ന് ചിലക്കുന്നെങ്കിലും ഉള്ളില് വേറെയാണ്. പൈസ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറിക്കും. ഇനി ഏത് പെണ്ണിനെ ഏത് രീതിയിലും പോർട്രേ ചെയ്യാൻ ഗീതു മോഹൻദാസ് റെഡിയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ടീസർ തന്നെ. ഈ ഒരു സിനിമയിൽ 3-4 നടിമാരുണ്ട്. നടിമാരെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഇവരുടെ പറയാൻ പറ്റത്തില്ല, കേസ് വരും. ഒന്ന് താണ്ട് രുക്മിണി വസന്താസ്, മെലീസ, ഇതിന് താര, ശുക്രിയ, റബേക്ക, അതായിട്ട് നമ്മുടെ നയൻ ഗംഗായിട്ട്, അതായിട്ട് ഹുമ, എലിസബത്ത്, അതായിട്ട് കൈറ, നാദിയ, അങ്ങനെ ഇത്രയും നടിമാരൊക്കെ ഉണ്ട് ഈ സാധനത്തിനകത്ത് കേട്ടോ. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ റോക്കി ഭായ് വരികയാണ്. എന്താണ് പറ്റാൻ പോകുന്നതെന്ന് നോ ഐഡിയ. ഗീതു മോഹൻദാസിന്റെ പടമാണ്. ചിലപ്പം നല്ലതാവാം, ചിലപ്പോൾ ചീത്തയാവാം. ട്രെയിലർ കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഈ ട്രെയിലറിനകത്തും ടീസറിനകത്ത് കാണുന്നൊന്നും ആയിരിക്കത്തില്ല. റോക്കി ഭായിയെ മിക്കവാറും സൈഡിലാക്കാനുള്ള സാധ്യതയും ചേച്ചിയുടെ ഒരു ഇത് വെച്ചിട്ട് കാണുന്നുണ്ട്. സോ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മാർച്ച് 19 കണ്ടറിയാം ഗൈസ്. കൂടുതലൊന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി.